ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മനൂസ് വോയിസ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഷറഫുദ്ദീന്റെ ഏറ്റവും പുതിയ സിനിമയായ ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. സിനിമ തുടങ്ങുന്നത് അങ്ങ് നോർത്ത് അമേരിക്കയിലെ മെക്സിക്കോയിലുള്ള ജോസ് അലൂലെ എന്നൊരു പ്രൈവറ്റ് ഡിറ്റക്റ്റീവിനെ കാണിച്ചുകൊണ്ടാണ്. അതേ മെക്സിക്കോയിൽ തന്നെയായിരുന്നു ഏറ്റവും വലിയ ഡ്രഗ് സിൻഡിക്കേറ്റിന്റെ നേതാവായ പീറ്റർ സാംബായും ഉണ്ടായിരുന്നത്. ഇന്റർപോൾ ഏജൻസികൾ പോലും കിണഞ്ഞു പരിശ്രമിച്ചിട്ടും ഡ്രഗ് സിൻഡിക്കേറ്റിന്റെ നേതാവായ പീറ്റർ സാംബായുടെ 7 അയൽപക്കത്ത് വരാൻ കഴിഞ്ഞില്ല. എന്തിന് പീറ്റർ സാംബായുടെ ഒരു ഫോട്ടോ പോലും അവരെ കൊണ്ട് ഒപ്പിക്കാൻ കഴിഞ്ഞില്ല. അതിനാൽ പ്രൈവറ്റ് ഡിറ്റക്റ്റീവായ ജോസ് അലൂലയ്ക്ക് പീറ്റർ സാംബായുടെ ഒരു ഫോട്ടോ എങ്കിലും എടുക്കണമെന്ന വാശിയായി. അങ്ങനെ ജോസ് അലൂല പീറ്റർ സാംബായുടെ ഫോട്ടോ എടുക്കുന്നതിനായി പീറ്റർ സാംബായുടെ തന്നെ കൊള്ളസംഘത്തിനകത്തേക്ക് വരികയാണ്. അവിടെ വെച്ച് ജോസ് അലൂല പീറ്റർ സാംബായുടെ ഫോട്ടോ എടുക്കുകയാണ്. എന്നാൽ പീറ്റർ സാംബായി ജോസ് അലൂല തന്റെ ഫോട്ടോ എടുക്കുന്നത് കാണുകയും ചെയ്തു. താൻ ഫോട്ടോ എടുക്കുന്നത് പീറ്റർ സാംബായി കണ്ടുവെന്ന് മനസ്സിലാക്കിയ ജോസ് അലൂല ഇനിയും മെക്സിക്കോയിൽ നിന്നാൽ തന്റെ ആഫീസ് പൂട്ടുമെന്ന് മനസ്സിലാക്കി മെക്സിക്കോയിൽ നിന്നും തന്റെ സ്വന്തം നാടായ കേരളത്തിലേക്ക് വരികയാണ്. നാട്ടിലെത്തിയ ജോസ് അലൂലയാണെങ്കിൽ വേറെ പണിയൊന്നും കിട്ടാത്തതിനാൽ തന്റെ മെക്സിക്കോയിൽ ഉണ്ടായിരുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കമ്പനി നാട്ടിൽ തുടങ്ങുകയും ചെയ്തു. എന്നാൽ അമേരിക്കയിലുള്ളതുപോലെ കേരളത്തിൽ ഡിറ്റക്റ്റീവിന് വലിയ പണിയൊന്നും ഇല്ലാത്തതിനാൽ തന്നെ അധികം വൈകാതെ അത് പൂട്ടുകയും ചെയ്തു. വേറെ പണിയൊന്നും അറിയില്ലായിരുന്ന ജോസ് അലൂല ജീവിക്കുന്നതിനു വേണ്ടി തന്റെ മെക്സിക്കോയിലെ ജീവിതത്തെക്കുറിച്ചും പീറ്റർ സാംബായെ കുറിച്ചുമെല്ലാം നോവൽ എഴുതാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. ഈ ജോസ് അലൂലയുടെ മകൻ ടോണി ജോസ് അലൂലയാണ് നമ്മുടെ ഈ സിനിമയിലെ നായകൻ. പഠിക്കാൻ വളരെ മോശമായിരുന്ന ടോണിക്കാണെങ്കിൽ നല്ല ജോലിയൊന്നും കിട്ടിയിരുന്നില്ല. ജോലിയും കൂലിയും ഒന്നും ഇല്ലെങ്കിലും എല്ലാ നായകന്മാരെ പോലെ തന്നെ ടോണിക്കും ഒരു കാമുകി ഉണ്ടായിരുന്നു. ടോണിയുടെ ഭാവി അമ്മായപ്പൻ ടോണിയോട് എന്തെങ്കിലും ഒരു ജോലി ആയാൽ മാത്രമേ മകളെ കെട്ടിച്ചു തരൂ എന്ന് പറഞ്ഞതിനാൽ അച്ഛന്റെ പൂട്ടിക്കിടന്നിരുന്ന ഡിറ്റക്റ്റീവ് ഏജൻസി ടോണി ഏറ്റെടുക്കുകയാണ്. ടോണിയുടെ കാമുകിയായ കൈകേയിയാണ് നമ്മുടെ ഈ സിനിമയിലെ നായിക. പ്രത്യേകിച്ച് പണിയൊന്നുമില്ലാത്ത ടോണി മിക്ക ദിവസങ്ങളിലും രാത്രിയിൽ കൈകേയിയെ കാണുന്നതിനായി അവളുടെ ഫ്ളാറ്റിലേക്ക് പോകുമായിരുന്നു. അതേസമയം ഷിപ്പ്യാർഡിൽ നിന്നും മക്ബൂൽ സിൽവ എന്ന രണ്ടുപേർ 30 കോടി രൂപ വില വരുന്ന എന്തോ കള്ളക്കടത്ത് സാധനം കടത്തിക്കൊണ്ടു പോകുന്നതായി കാണിക്കുകയാണ്. അവർ ഈ കൊണ്ടുപോകുന്ന ചരക്ക് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്മഗ്ലിംഗ് സിൻഡിക്കേറ്റിന്റെ ഹെഡായ കനക സഖാപതിയുടേതായിരുന്നു. 30 കോടി രൂപയുടെ ചരക്ക് സഖാപതി പറയുന്ന സ്ഥലത്ത് എത്തിച്ചു കൊടുത്താൽ മക്ബൂലിന് സിൽവയ്ക്കും കിട്ടാൻ പോകുന്നത് 50,000 രൂപയായിരുന്നു. അതിനാൽ തന്നെ സിൽവയ്ക്ക് അതിൽ നല്ല കലിപ്പുമുണ്ടായിരുന്നു. സിൽവ മക്ബൂലിനോട് പറയുകയാണ്, നമ്മുടെ കയ്യിലുള്ള ഈ സാധനം അങ്ങ് മൂന്നാർ കൊണ്ടുപോയി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് 1 കോടി രൂപ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന് മക്ബൂല്, എന്റെ പൊന്ന് സിൽവ, ആ കനക സഖാപതിയെ പറ്റിച്ചിട്ട് നമുക്ക് ഈ നാട്ടിലെന്നല്ല ഒരു നാട്ടിലും ജീവിക്കാൻ കഴിയുകയില്ല. അയാൾ നമ്മളെ മാത്രമല്ല നമ്മുടെ കുടുംബം വരെ ഇല്ലാതാക്കി കളയും. അതിന് സിൽവ, നിനക്ക് വേണ്ടെങ്കിൽ വേണ്ടടാ, ഞാൻ വെറുതെ ചോദിച്ചെന്നേ ഉള്ളൂ. അതേസമയം അവർ പോയിക്കൊണ്ടിരുന്ന വണ്ടി കുറെ പേർ ചേർന്ന് അറ്റാക്ക് ചെയ്യുകയാണ്. ആ വന്നവർ മക്ബൂലിനെയും സിൽവനെയും അടിച്ചു വീഴ്ത്തി ആ പെട്ടിയുമായി കടന്നു കളയുകയാണ്. അടികൊണ്ട സിൽവയാണെങ്കിൽ അവിടെ വെച്ച് തന്നെ മരിക്കുകയും ചെയ്തു. അതേസമയം ടോണിയെ കാണിക്കുകയാണ്. ടോണി ഇവിടെ രാത്രിയിൽ കൈകേയിയെ കാണുന്നതിനായി അവളുടെ ഫ്ളാറ്റിൽ വന്നിരിക്കുകയാണ്. അപ്പോഴാണ് അവരുടെ അടുത്തുള്ള അപ്പാർട്ട്മെന്റിൽ നിന്നും ഒരമ്മായി തന്റെ കണ്ണൻ എന്ന പട്ടിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് കെട്ടിയോന്റെ പൊലവിളി അടിയന്തരം നടത്തുന്നതായി കാണിക്കുന്നത്. കാരണം ആ പട്ടിയുടെ സകല കാര്യങ്ങളും നോക്കിയിരുന്നത് ആ അമ്മായിയുടെ ഭർത്താവ് ദിൽരാജ് അങ്കിൾ ആയിരുന്നു. അങ്ങനെ അടുത്ത ദിവസം ടോണി തന്റെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ വരെ വരണമെന്നും പറഞ്ഞൊരു കോൾ വരുന്നത്. അതിന് ടോണി, കേരള പോലീസിന് എന്റെ സഹായം വേണ്ടി വരുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നും പറഞ്ഞ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് ടോണി അറിയുന്നത് തന്നെ വിളിച്ചിരിക്കുന്നത് സഹായം ചോദിക്കാനല്ല, മറിച്ച് ഇന്നലെ രാത്രിയിൽ സിൽവയുടെ കൊലപാതകം നടന്ന ക്രൈം സ്പോട്ടിൽ നിന്നും തന്റെ ഒരു വിസിറ്റിംഗ് കാർഡ് കിട്ടിയതിന്റെ തെളിവെടുപ്പിനായി വിളിച്ചിരിക്കുന്നതാണെന്ന്. ആ പോലീസ് സ്റ്റേഷനിലെ SI ആയ രജത് മേനോനും ടോണിയും എല്ലാം ചെറുപ്പം മുതലേ ഒരുമിച്ച് കളിച്ചു പഠിച്ചു വളർന്നവരാണ്. എന്നിട്ടും പിന്നെ എന്തിനാണ് SI രജത് മേനോൻ ടോണിയെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചിരിക്കുന്നതെന്നല്ലേ? അതായത് ചെറുപ്പം മുതലേ കൈകേയിയുടെ മേൽ രജത് മേനോനും ഒരു കണ്ണുണ്ടായിരുന്നു. അങ്ങനെ രജത്ത് ടോണിയോട് എപ്പോ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ്. അതേസമയം ടോണിയുടെ അസിസ്റ്റന്റ് സനൂപ് ടോണിയെ കൂട്ടിക്കൊണ്ടു പോകുന്നതിനായി പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരുന്നു. ടോണി സനൂപിനോട് ചോദിക്കുകയാണ്, എന്നാലും എന്റെ വിസിറ്റിംഗ് കാർഡ് ആരായിരിക്കും ആ ക്രൈം സ്പോട്ടിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുക? അപ്പോഴാണ് സനൂപ് പറയുന്നത്, അളിയ, ഞാൻ ഇന്നലെ എന്റെ ഗേൾഫ്രണ്ടുമായി ആ ക്രൈം നടന്ന സ്ഥലത്തൂടെ പോയിരുന്നു. അപ്പോൾ ആ ക്രൈം നടന്ന സ്ഥലത്ത് നല്ല ക്യൂട്ട് ആയിട്ടുള്ള ഒരു പട്ടി ഇരിക്കുന്നത് കണ്ട് അവൾ ആ പട്ടിയെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്നും ആ പട്ടിയെ എടുക്കുന്നതിനിടയിൽ എന്റെ കയ്യിൽ നിന്നും വീണതായിരിക്കാം ആ കാർഡ് എന്നും പറഞ്ഞ് സനൂപ് തന്റെ കുട്ടിക്ക് കൊടുത്ത ആ പട്ടിയുടെ ഫോട്ടോ ടോണിയെ കാണിക്കുകയാണ്. അതേസമയം ടോണിക്ക് വാട്സപ്പിൽ ഒരു പട്ടിയെ കാണാനില്ലെന്നും അതിനെ കണ്ടുപിടിച്ചു കൊടുക്കുന്നവർക്ക് സമ്മാനം തരാമെന്നുമുള്ള വാർത്ത കാണുന്നത്. ടോണിക്ക് ഇപ്പോൾ വന്ന വാട്സപ്പ് മെസ്സേജിലെ പട്ടിയെയാണ് സനൂപിന് ഇന്നലെ രാത്രി വഴിയിൽ നിന്നും കിട്ടിയത്. അങ്ങനെ അവർ ആ പട്ടിയെ കൊണ്ട് അതിന്റെ ഉടമസ്ഥന്റെ അടുത്തെത്തി. ആ പട്ടി ശരിക്കും ഇന്നലെ രാത്രി കൈകേയിയുടെ ഫ്ളാറ്റിൽ നിന്നും പട്ടിയെ കാണുന്നില്ല എന്നും പറഞ്ഞ് ഒച്ച വെച്ച അമ്മായിയുടെ പട്ടിയായിരുന്നു. അങ്ങനെ ടോണിയും കൈകേയും എല്ലാം ചേർന്ന് ആ പട്ടിയെ അമ്മായിക്ക് കൊണ്ട് കൊടുക്കുകയാണ്. തന്റെ പട്ടിയെ തിരിച്ചു കിട്ടിയതിൽ അമ്മായിക്ക് വളരെയധികം സന്തോഷമായി. അതിനാൽ തന്നെ ആ അമ്മായി അവർക്ക് സമ്മാനമായി 1,00,000 രൂപ കൊടുക്കുകയാണ്. ശരിക്കും ആ പട്ടിയെ കളഞ്ഞു പോയതായിരുന്നില്ല, മറിച്ച് ആ അമ്മായിയുടെ ഭർത്താവായ ദിൽരാജ് അങ്കിൾ ആ പട്ടിയെ നോക്കി മടുത്തതിന്റെ പേരിൽ ചാക്കിലാക്കി അവിടെ നിന്ന്
നിന്നും ഒഴിവാക്കിയതായിരുന്നു. ആ 1 ലക്ഷം രൂപ അവർക്ക് കിട്ടിയ ആദ്യത്തെ ശമ്പളം മാത്രമായിരുന്നില്ല, മറിച്ച് അവരുടെ പുതിയ ജീവിതത്തിന്റെ തുടക്കം കൂടിയായിരുന്നു. അതായത് അവർ ഡിറ്റക്റ്റീവിൽ നിന്നും പെറ്റ് ഡിറ്റക്റ്റീവായി മാറുകയായിരുന്നു. അതായത് കാണാതെ പോകുന്ന പട്ടിയെയും പൂച്ചയെയും കോഴിയെയും ആടിനെയും എല്ലാം കണ്ടെത്താൻ നടക്കുന്ന ഡിറ്റക്റ്റീവ്സ്. അങ്ങനെ ടോണിക്ക് കുറെ കേസുകളൊക്കെ വരാൻ തുടങ്ങി. പട്ടിയെയും പൂച്ചയെയും ഒക്കെ കാണാനില്ല എന്നുള്ള കേസുകൾ. അങ്ങനെ അടുത്ത ദിവസം കൈകേയിയുടെ ബർത്ത്ഡേ ആഘോഷത്തിനായി ടോണി പോകുമ്പോഴാണ് വഴിയിൽ വെച്ച് ടോണിയുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആകുന്നത്. അതിലെ വന്ന വണ്ടിക്കെല്ലാം ടോണി കൈ കാണിച്ചെങ്കിലും ഒരു വണ്ടി പോലും നിർത്തിയതുമില്ല. അവസാനം കുട്ടികളെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോയിൽ ടോണിക്ക് ലിഫ്റ്റ് കിട്ടുകയാണ്. ആ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ദിയ എന്നൊരു കുട്ടിയുടെ കയ്യിൽ ഒരു കുപ്പിക്കകത്തായി പ്രത്യേകതരം മീനുകൾ ഉണ്ടായിരുന്നു. അത് കണ്ട ടോണി ആ കുട്ടിയുടെ മീനിന്റെയും എല്ലാം ഫോട്ടോ എടുക്കുകയും ചെയ്തു. കാരണം ടോണി ഇപ്പോൾ ഒരു പെറ്റ് ഡിറ്റക്റ്റീവ് ആണല്ലോ. അതിനാൽ തന്നെ വഴിയെ പോകുന്ന കാക്കയുടെ പൂച്ചയുടെ വരെ ഫോട്ടോ ടോണി എപ്പോഴും എടുക്കുമായിരുന്നു. അങ്ങനെ ബർത്ത്ഡേ എല്ലാം ആഘോഷിച്ചതിനു ശേഷം അടുത്ത ദിവസം ഓഫീസിലെത്തിയ ടോണിയെയും കാത്ത് SI രജത് മേനോനും കുറെ പോലീസുകാരും നിൽപ്പുണ്ടായിരുന്നു. അവർ ടോണിയുടെ ഓഫീസിലേക്ക് വന്നത് എന്തിനെന്നാൽ ടോണി ഇന്നലെ ലിഫ്റ്റ് ചോദിച്ചു പോയ ഓട്ടോയിൽ ഉണ്ടായിരുന്ന ദിയ എന്നൊരു കുട്ടിയെ കാണാതെ പോയിരിക്കുകയാണ്. ഇന്നലെ ആ മീൻ കയ്യിലുണ്ടായിരുന്ന കുട്ടിയാണ് ദിയ കുട്ടി. ദിയ കുട്ടിയെ കാണാതെ പോയതിന് പോലീസുകാർ എന്തിനാണ് ടോണിയുടെ അടുത്ത് വന്നിരിക്കുന്നത് എന്നല്ലേ. ഇന്നലെ ദിയ കുട്ടിയെ റോഡ് ക്രോസ് ചെയ്ത് വീട്ടിലെത്താൻ സഹായിച്ചത് ടോണിയായിരുന്നു. അതിന്റെ CCTV വിഷ്വൽസ് പോലീസുകാരുടെ കയ്യിലുണ്ടായിരുന്നു. അതായത് അവസാനമായി ദിയ കുട്ടിയെ കണ്ടതും സംസാരിച്ചതുമെല്ലാം ടോണിയായിരുന്നു. അതിനാലാണ് പോലീസുകാർ ഇപ്പോൾ ടോണിയുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. പോലീസുകാർ ടോണിയുടെ അടുത്ത് നിന്നും ദിയ കുട്ടിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കളക്ട് ചെയ്തതിനു ശേഷം എപ്പോൾ വിളിച്ചാലും സ്റ്റേഷനിലേക്ക് വരണമെന്നും പറഞ്ഞ് അവിടെ നിന്നും പോവുകയാണ്. അതെല്ലാം കേട്ട് തലയ്ക്ക് ചൂട് പിടിച്ച ടോണി തലയൊന്ന് തണുപ്പിക്കാനായി തന്റെ കൂട്ടുകാരൻ സനൂപിനെയും കൂട്ടി അടുത്തുണ്ടായിരുന്ന ബാറിലേക്ക് പോവുകയാണ്. അപ്പോഴാണ് ആ ബാറിലുള്ള ഒരു ടിവിയിൽ ലോകത്തിലെ ഏറ്റവും വില കൂടിയ അക്വേറിയം മീനുകളിൽ ഒന്നായ പ്ലാറ്റിനം അരോവരയെ കുറിച്ചുള്ള ന്യൂസ് കാണുന്നത്. ആ മീനിന്റെ ഫോട്ടോ കണ്ടതും ടോണി ഞെട്ടിപ്പോയി. എന്തെന്നാൽ ഇന്നലെ ഓട്ടോയിൽ വെച്ച് കണ്ട ദിയ കുട്ടിയുടെ കയ്യിലുണ്ടായിരുന്നത് ഇപ്പോൾ ടിവിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ പ്ലാറ്റിനം അരോവര മീനുകളായിരുന്നു. പോരാത്തതിന് ദിയ കുട്ടിയാണെങ്കിൽ ഇപ്പോൾ മിസ്സിംഗുമാണ്. അങ്ങനെ ടോണി ദിയ കുട്ടിയെയും പ്ലാറ്റിനം അരോവര മീനുകളെയും കണ്ടെത്താനായി ഇറങ്ങുകയാണ്. അടുത്ത ദിവസം ടോണി ദിയ കുട്ടിയുടെ വീട്ടിലെത്തി ദിയ കുട്ടിയെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. അവിടെ വെച്ചാണ് ടോണി അറിയുന്നത് ദിയ കുട്ടിയുടെ അച്ഛനായ മക്ബൂലും മിസ്സിംഗ് ആണെന്ന്. അതായത് സിനിമയുടെ തുടക്കത്തിൽ കനക സഖാപതി എന്ന ആൾക്കു വേണ്ടി സിൽവയും മക്ബൂലും ചേർന്ന് ഷിപ്പ്യാർഡിൽ നിന്നും കോടികൾ വില വരുന്ന എന്തോ ഒരു സാധനം കടത്തിക്കൊണ്ട് വന്നതായി പറഞ്ഞിരുന്നല്ലോ. അതേ മക്ബൂല് തന്നെയാണ് ദിയ കുട്ടിയുടെ അച്ഛൻ മക്ബൂലും. അവരെന്ന് കനക സഖാപതിക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്ന കോടികൾ വില വരുന്ന കള്ളക്കടത്ത് സാധനം ഈ പ്ലാറ്റിനം അരോവര മീനുകളായിരുന്നു. ദിയ കുട്ടിയുടെ അമ്മ ടോണിയോട് മോളെ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടുപിടിച്ച് തരാമോ എന്ന് ചോദിക്കുകയാണ്. അങ്ങനെ ടോണി ദിയ കുട്ടിയുടെ കൂടെ അന്നെടുത്ത ഫോട്ടോ എല്ലാം ചെക്ക് ചെയ്യുമ്പോഴാണ് ആ മീനിനെ ഇട്ടിരുന്ന ബോട്ടിലിൽ TT എന്നൊരു ലോഗോ കാണുന്നത്. ആ ലോഗോ കണ്ടതും ടോണിക്ക് വളരെയധികം സന്തോഷമായി. അതായത് ആ ബോട്ടിൽ ഉണ്ടാക്കിയത് ടോണിയുടെ കൂടെ പഠിച്ചിരുന്ന തിങ്കൽ തോമസ് എന്ന കൂട്ടുകാരനായിരുന്നു. അങ്ങനെ ടോണി തന്റെ കൂട്ടുകാരൻ തിങ്കൽ തോമസിനെ വിളിച്ച് ആ കുപ്പിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കുകയാണ്. തിങ്കൽ തോമസ് ടോണിയോട് ആ കുപ്പി ഉണ്ടാക്കിയ ഷാജി എന്ന ഒരാൾക്ക് വേണ്ടിയാണെന്നും പറഞ്ഞ് ഷാജിയുടെ അഡ്രസ്സും ഫോട്ടോയും എല്ലാം ടോണിക്ക് അയച്ചു കൊടുക്കുകയാണ്. ഒപ്പം തിങ്കൽ തോമസ് പറയുകയാണ്, ആ ബോട്ടിൽ ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു അബദ്ധം പറ്റിയിട്ടുണ്ട്. അതായത് മറ്റൊരു കുപ്പിയിൽ വെക്കേണ്ടിയിരുന്ന ബോംബ് അറിയാതെ ഞാൻ ആ കുപ്പിയിൽ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനാൽ ആ കുപ്പി തുറക്കുമ്പോൾ സൂക്ഷിച്ചു തുറക്കണം, ഇല്ല എങ്കിൽ ആ ബോട്ടിലുള്ള ബോംബ് പൊട്ടും. അങ്ങനെ ടോണി തിങ്കൽ തോമസ് പറഞ്ഞ ഷാജിയെ പിടികൂടി വിവരങ്ങളെല്ലാം ചോദിച്ചറിയുകയാണ്. അതായത് ബ്രൂണെ സുൽത്താൻ എന്നൊരു സുൽത്താൻ ബാംഗ്ലൂരിലുള്ള തന്റെ കാമുകിക്ക് കൊടുക്കാൻ വേണ്ടി അയച്ചതാണ് ആ പ്ലാറ്റിനം അരോവന മീനുകൾ. ബ്രൂണെ സുൽത്താൻ ആ പ്ലാറ്റിനം അരോവന മീനുകളെ തന്റെ കാമുകിയുടെ അടുത്ത് എത്തിക്കുന്നതിനായി കനക സഖാപതിയെയാണ് ഏൽപ്പിച്ചത്. കനക സഖാപതി തന്റെ പണിക്കാരായ സിൽവയും മക്ബൂലിനെയും ആ ജോലി ഏൽപ്പിക്കുകയും ചെയ്തു. അങ്ങനെ സിൽവയും മക്ബൂലും ആ മീനിനെയും കൊണ്ട് വരുന്ന വഴിക്കാണ് ഷാജി അവരെ അറ്റാക്ക് ചെയ്ത് സിൽവയും കൊന്ന് ആ മീനിനെയും കൊണ്ട് കറന്നു കളയുന്നത്. ഷാജിനെ ഈ ജോലി ഏൽപ്പിച്ചത് മംഗലാപുരത്തെ ഡോണായ യാക്കത്തലിയാണ്. എന്നാൽ യാക്കത്തലിയെ ഈ ജോലി ഏൽപ്പിച്ചത് ഇന്റർനാഷണൽ ഡോണായ പീറ്റർ സാമ്പായി ആയിരുന്നു. ഇത് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന സിനിമയുടെ ആദ്യ പാർട്ടാണ്. അടുത്ത പാർട്ട് ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.